വള്ളത്തെ കയറിയിട്ട് വന്നതാ. ഇനി അങ്ങനെ നമ്മളിത് ഈ കാണുന്ന വഴിയെ ഇങ്ങനെ നടന്നാണ് വന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മൊത്തം ഒരു ചുമപ്പ് മയമാണ് കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകാനുള്ളതിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. ഓ, മുട്ടറ്റം വെള്ളമല്ലേ? ഊണെല്ലാം കാലമായോ? കാലം മൊത്തം ചെളിയായിട്ടുണ്ട്. ചെളിയും വെള്ളവും എല്ലാം കൂടെ കാലയിൽ ഇങ്ങനെ കുഴകുഴാന്നിരുന്ന് കുഴയുന്നു. പണ്ട് പാടവരമ്പത്തിലൂടെ ഇത് കണ്ടോ, അമ്പൽപ്പാടം കണ്ടോ? അത്രയൊക്കെ കണ്ടാൽ മതി. കുറച്ചു നേരം എന്നെ കണ്ടോ. അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ കോട്ടയം മലരിക്കലെ ആമ്പൽപ്പാടം കാണാനാണ്. ഇത് കണ്ടോ, പാടം മുഴുവൻ ആമ്പൽ പൂത്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്കേ ഒരു ബോട്ടൊക്കെ എടുത്തിട്ട് ഈ പാടത്തിനകത്തേക്ക് ആമ്പലിന്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ? വാ. ഈ കാണുന്ന വഴിയുടെ സൈഡിലെല്ലാം ഉണ്ടല്ലോ, ഇവിടെ വന്നവരുടെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ വരി വരിയായി നിരത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് ജനത്തിരക്കാണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമുക്ക് പാടത്തിനകത്തേക്ക് പോകാനുള്ള ബോട്ട് കിട്ടുന്നത്. ഇവിടെ ബോട്ടിൽ കയറാനായിട്ട് നല്ല തിരക്കുണ്ടെന്ന് കേട്ടോ, കൂടെ മഴയും. ഇവിടെയുള്ളവര് ആമ്പല് പോയി പറിച്ചെടുത്തിട്ട് അതൊക്കെ ഒരു ബഞ്ചാക്കി വരുന്നവർക്ക് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. ഒരു കെട്ടിന് 50 രൂപയാണ് വില. ഇതിങ്ങനെ ഒരുമിച്ച് കെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ പെട്ടെന്ന് വാടിപ്പോകും. ഇവിടുന്ന് ഒരു വഞ്ചി പിടിക്കണം. ഞാനാണേൽ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. കൂട്ടത്തിൽ ഒരു 2 പേരെ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഷെയർ അടിച്ച് പോകാമായിരുന്നു. അങ്ങനെ എന്നെ പോലെ ഒറ്റയ്ക്ക് വന്ന 2 പേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒരു വഞ്ചി ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ വഞ്ചിയിൽ ചാടി കയറി പതുക്കെ പാടത്തേക്ക് നീങ്ങി തുടങ്ങി. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. അത് പക്ഷെ 100 രൂപയ്ക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ആമ്പൽപ്പൂക്കളുടെയൊക്കെ ഇടയിലൂടെയൊക്കെ ഒന്ന് പതുക്കെ തുഴഞ്ഞ് കറങ്ങി തിരിച്ചു പോകും. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ. കുറച്ചുകൂടി അകത്തേക്ക് പോകണമെങ്കിൽ ഒരു 1000-1500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ കാഴ്ചകളുടെ വിശാലത കൂടും, സമയം കൂടും. അപ്പൊ നമുക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് പറ്റുന്ന ഒരു ബോട്ടിങ് എടുക്കുക. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ മാത്രം നിന്ന് ചുറ്റി കറങ്ങാതെ ഒരു ഇച്ചിരൂടെ അകത്തൂടെ പോയിട്ട് ഇച്ചിരൂടെ വിശാലമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടയത്ത് നിന്നും ഇല്ലിക്കൽ ജംഗ്ഷനിലെത്തി അവിടുന്ന് തിരുവാർപ്പ് റോഡിൽ കയറി കാഞ്ഞിരം ജംഗ്ഷനിലെത്തിയിട്ട് അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ മലരിക്കലെത്താം. ഗൂഗിൾ മാപ്പിൽ മലരിക്കൽ ടൂറിസം വാട്ടർ ലില്ലി വ്യൂ പോയിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. മലരിക്കൽ എന്ന് കൊടുത്താലും മതി, ഗൂഗിൾ മാപ്പിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. ഈ കാണുന്നത് തിരുവായ്ക്കരി പാടശേഖരമാണ്. ഏതാണ്ട് 850 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ പാടശേഖരത്തിന്. അപ്പൊ ഈ വിശാലമായ ജലാശയത്തിൽ വിടർന്നു നിൽക്കുന്ന ഈ ആമ്പൽപ്പൂക്കളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഇത് ഒരുപാട് നാളായിട്ട് എല്ലാ വർഷവും വിരിയാറുണ്ടെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെട്ടത് കോവിഡിനൊക്കെ ശേഷമാണ്. റീലുകളിലൂടെയൊക്കെ ഫേമസ് ആയിട്ട് ഇന്നിവിടെ വൻ ജനത്തിരക്കാണ് കേട്ടോ ഈ ആമ്പൽപ്പാടം കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 6 മണി മുതൽ മാക്സിമം രാവിലെ ഒരു 10 മണി വരെയാണ്. അതിനകത്ത് വരണം കേട്ടോ. കാരണം വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വാടി കൂമ്പിപ്പോകും. പിന്നെ രാത്രിയിലേ വിരിയുകയുള്ളൂ. ഒരു പൂവ് തന്നെ 3-4 തവണ വിരിയുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഇന്ന് വെയിലില്ലാത്തത് കൊണ്ടും മഴയുള്ളതുകൊണ്ടും ഒക്കെ 10 മണിയായിട്ടും ഇതൊന്നും വാടിയിട്ടില്ല കേട്ടോ. അതെന്തായാലും ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ പിന്നെ വാടി കൂമ്പി നിൽക്കുന്ന ആമ്പലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ വർഷത്തില് 2 തവണയാണ് ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത്. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടേ ഈ പാടങ്ങളിൽ ഇതുപോലെ വെള്ളം കയറ്റിയിടും. ആ സമയത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന ഈ ആമ്പലിന്റെ വിത്തുകളുണ്ടല്ലോ, അത് പയ്യെ മുളച്ച് പൊന്തി വന്നിട്ട് ഈ പറഞ്ഞ ജൂണ്, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഇതുപോലെ ആമ്പല് വിരിഞ്ഞിങ്ങനെ നിൽക്കും. കർഷകനെയൊക്കെ സംബന്ധിച്ച് ഇതൊരു കള മാത്രമാണ്, തലവേദനയുമാണ്. നെൽകൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഈ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ഈ ആമ്പലിന്റെ ചെടികളെല്ലാം എടുത്ത് കളഞ്ഞ് നിലമൊക്കെ ഉഴുതു മറിച്ചിട്ടാണ് നെല്ല് വിതയ്ക്കുന്നത്. അപ്പോഴും ഈ ആമ്പലിന്റെ വിത്തുകൾ ഈ മണ്ണിനടിയിൽ തന്നെ കാണും.
കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് കൊയ്ത്തൊക്കെ എല്ലാം കഴിഞ്ഞ് പാടത്ത് വീണ്ടും വെള്ളം കയറ്റി ഇടുമ്പോൾ ഇത് പിന്നെയും മുളച്ചു പൊന്തി വരും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ആമ്പൽ വസന്തം വിരിയുന്നത്. അപ്പോൾ ഒരു ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയത്ത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ച പരവതാനി വിരിച്ച നെൽപ്പാടം കാണാൻ സാധിക്കും. അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഇവിടെ കാഴ്ചകൾക്ക് കുറവൊന്നുമില്ല. ഇത് കണ്ടോ, പതുക്കെ പതുക്കെ ഇത് വാടിക്കൂമ്പി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വരും മാസങ്ങളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുമെന്നാണ് ഈ വള്ളത്തിലുള്ള ചേട്ടൻ പറഞ്ഞത്. ഇത് കാണാൻ വരുന്നവരൊക്കെ ഇഷ്ടം പോലെ ഇത് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മുട്ടറ്റം വരെ മാത്രമാണ് വെള്ളമുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വള്ളക്കാരനോട് ചോദിച്ച് ഉറപ്പൊക്കെ വരുത്തിയിട്ട് വേണം ഇറങ്ങാൻ. ചിലപ്പം നല്ല ചേറ് കാണും അടിയിൽ, കാലൊക്കെ പുതഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ വള്ളത്തിലിരുന്ന് തന്നെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. വെറുതെ എന്തിനാണ് കാലും ഡ്രസ്സും ഒക്കെ ചേറാക്കുന്നത്. ഇത് കണ്ടോ, നോക്കത്താ ദൂരത്തോളം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വിടർന്ന് വിലസി കിടക്കുകയാണ്. വെയിലില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗിയും എടുപ്പും ഒന്നും ക്യാമറയിൽ അങ്ങനെ തോന്നിക്കത്തില്ല. നേരിൽ കാണുമ്പം എല്ലായിടവും ഭയങ്കര ഒരു റെഡിഷ് പിങ്ക് കളറാണ്. അപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഇതിനകത്തുകൂടി ഒരു വഞ്ചിയാത്രയൊക്കെ നടത്തി ഇതിൻ്റെ ഭംഗിയൊക്കെ മതിവരുവോളം ആസ്വദിച്ച് ഇനി നമുക്ക് തിരിച്ചു പോകാം. മഴ ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആളുകളൊക്കെ ഒരുപാട് പൂ പറിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാവാം വഞ്ചി പോകുന്നതിൻ്റെ അടുത്തേക്ക് പൂക്കളൊക്കെ കുറവാണ്. വഞ്ചി കയറിയും കുറേയൊക്കെ പോകും. ദൂരേക്ക് നോക്കുമ്പം ഒരുപാട് നിൽക്കുന്നത് പോലെ തോന്നിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ആമ്പൽ വസന്തമൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിനകം വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ചകൾ അടുത്ത കൊല്ലമേ ഉണ്ടാവൂ. മൂന്നാറുകാർക്ക് നീലക്കുറിഞ്ഞി പൂക്കുമെങ്കിൽ കോട്ടയംകാർക്ക് ആമ്പലാണ് താരം. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് കരയിലേക്ക് തന്നെ പോകാം. ഇതിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, വലിയ വീട്ടിൽ ക്ഷേത്രം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ കാണാമെന്നാണ് പറയുന്നത്. അവിടെ വരെ ബോട്ടിലൊക്കെ പോകണമെങ്കിൽ 1000-1500 രൂപയൊക്കെ കൊടുക്കണം. അപ്പം ഞാനെന്തായാലും ബോട്ടിൽ പോകുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നടന്നു പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. ആ ക്ഷേത്രം വരെ നമുക്കത് പോയി നോക്കാം, അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ തോണിയിൽ നിന്നിറങ്ങി ഇനി നമുക്ക് ബൈക്കും എടുത്ത് ക്ഷേത്രം ലക്ഷ്യമാക്കി പോകാവേ. ഈ കാണുന്ന ഈ കോൺക്രീറ്റ് റോഡ് കണ്ടോ, ഇവിടെ വരെ ഈ കോൺക്രീറ്റ് റോഡ് ഉള്ളത് വരെ വണ്ടി പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡില്ല, നടന്നു വേണം പോകാൻ. അപ്പം ഇവിടെ വരെ വണ്ടി പോവുകയുള്ളൂ. ഇനി അങ്ങോട്ട് മൺറോഡാണ്. മൺറോഡ് നീ മൺറോഡ് എപ്പോ ആവേ മെയിൻ റോഡ്. അങ്ങോട്ട് എവിടെ വരെ പോകും? പാടം കാണാൻ എവിടെ നിന്ന് നേരെ പോയോ കാണാം. നടക്കാനാണ് ഇത്തിരി നടക്കാണെങ്കിൽ ദൂരം പോകണം. ഇങ്ങനത്തെ വഴിയാണോ? അങ്ങനത്തെ വഴിയാണ് മൊത്തം. അവിടെ വരെ കോൺക്രീറ്റ് റോഡ്. അവിടെ പോയിട്ട് എവിടെയെങ്കിലും വെക്കാം. നോക്കി പോണം. അവിടെ ഇവിടെ കുഴി വേണം. അപ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാതെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ബാക്കി നടന്നു പോവാം. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള വഴിയുടെ അവസ്ഥ. ഇവിടെ ഒരു പോസ്റ്റൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. ആ പോസ്റ്റ് ചവിട്ടി തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. മൊത്തം ചെളിയും വെള്ളവുമാണ് കേട്ടോ. ഇതോ ആ തോട്ടിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇങ്ങോട്ടേക്ക് കയറി കിടക്കുകയാണ്. ഇച്ചിരൂടെയൊക്കെ മഴ കനക്കുകയാണെങ്കിൽ ഈ തോടും ഈ വരമ്പും അപ്പുറത്തെ പാടവും എല്ലാം വെള്ളത്തിനകത്താകും കേട്ടോ. പിന്നെ തോട് ഏതാണ്, വഴി ഏതാണ്, പാടം ഏതാണ്, ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വഴി കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്റർ കാണത്തില്ലായിരിക്കാം. 1 കിലോമീറ്റർ കൂടിക്കും. ഈ വഴി ഒരു 1 കിലോമീറ്ററോളം മുന്നോട്ട് നടക്കാനുണ്ട് അമ്പലം വരെ. എന്തായാലും നമ്മൾ വന്നതല്ലേ, ഒന്ന് പോയി നോക്കാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആമ്പലിൻ്റെ ഒരു വിശാലമായിട്ടുള്ള പാടം തന്നെയാണ്. അങ്ങോട്ടേക്ക് ഒത്തിരി ആമ്പലം ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് നോക്കാം, പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വള്ളത്തെ കയറിയിട്ട് വന്നതാ. ഇനി ഇവിടെ കൂടെ ഒന്ന് കാണാമെന്ന്. അങ്ങനെ നമുക്ക് വീണ്ടും ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. ഈ വഴി ഇതിനകത്തൂടി ചള്ളക്കെട്ടിനകത്തൂടി ഈ സൈഡിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. അതിലേക്ക് കയറിപ്പാ.
ഈ കാണുന്നത് ഇതാണെന്നും പറഞ്ഞ് കയറി ചവിട്ടിയേക്കരുത്. പോളയാണ്, താഴെ വെള്ളമാണ്, തോടാണ് ഈ കാണുന്നത്. പോള നിറഞ്ഞു കിടക്കുന്നതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുർഘടം പിടിച്ച വഴി കൂടെ എല്ലാം ഞാൻ നടക്കുന്നത് കേട്ടോ. ഇത് അങ്ങേ സൈഡും പാടശേഖരമാണ്, വെള്ളം കയറി കിടക്കുകയാണ്. 9,000 എന്നും കണ്ടാണ് ആ പാടശേഖരത്തിൻ്റെ പേര്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റോഡിലേക്ക് പോള കയറി കിടക്കുക. അപ്പം റോഡാണെന്നും പറഞ്ഞ് ചവിട്ടിക്കുക. റോഡെന്ന് പറയാൻ പറ്റില്ലല്ലോ, വരമ്പ്. ഇതിനകത്തൂടൊക്കെ ചവിട്ടി വേണം അങ്ങ് പോകാൻ. ആ കാണുന്നതാണ് അമ്പലം. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. പട്ടിയൊക്കെ ഓടുന്നു, ചാടുന്നു. കടിച്ചാൽ കടി കൊള്ളുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവന്മാർക്ക് എന്നെയും പേടിയുണ്ട്, എനിക്ക് അവന്മാരെയും പേടിയുണ്ട്. പക്ഷെ കാണിക്കണ്ട, മുഖത്തറിയിക്കണ്ട. അങ്ങനെ നമ്മളിത് ഈ കാണുന്ന വഴിയെ ഇങ്ങനെ നടന്നാണ് വന്നത്. ആ വരമ്പേ കൂടെ നടന്നാണ് വന്നത്. ഇവിടുന്ന് വേണ്ട ഇത്രയും വ്യൂ ആണുള്ളത്. മൊത്തം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മൊത്തം ഒരു ചുമപ്പ് മയമാണ് കേട്ടോ. ആ കാണുന്നതാണ് അമ്പലം. ആ അമ്പലത്തിലേക്ക് വലിയ വീട്ടിൽ അമ്പലം ആ കാണുന്നത്. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകാനുള്ളതിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. വെള്ളം കയറി കിടക്കുകയാണ്, മുട്ടറ്റോളം വെള്ളമുണ്ട്. നീന്തി വേണം അതിനകത്തൂടെ പോകാൻ. ഇതിനകത്ത് വരമ്പേതാണ് പാടം ഏതാണെന്നൊന്നും തിരിച്ചറിയത്തില്ല. അങ്ങനെ നീന്തി വേണം അവിടെ വരെ പോകാൻ. ഇത് കണ്ടോ, ഇവിടോട്ടെല്ലാം ചുമപ്പ് മയമാണ് കേട്ടോ. ആ കാണുന്നതെല്ലാം ആമ്പൽ വിരിഞ്ഞു കിടക്കുക. ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച. ഇതാ കണ്ടോ, അവിടുന്ന് ഈ തോട് ഇങ്ങനെ പോയി ഈ പാടത്തു നിന്നുള്ള വെള്ളമെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ എല്ലാം പോള നിറഞ്ഞു കിടക്കുകയാണ്. അതിലെ വെള്ളമൊന്നും പോകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിനകത്തെല്ലാം സൈഡിലെല്ലാം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മഴ പെയ്താലും ഈ വെള്ളം കയറിയാലും ഒക്കെയുള്ള അവസ്ഥ. ഈ ചെളിക്കകത്ത് അതാണ് കുട്ടനാടും അപ്പർ കുട്ടനാടിൻ്റെയൊക്കെ അവസ്ഥ. ഇപ്പുറത്ത് ആമ്പൽപ്പാടം. പുറമേ നിന്നുള്ളവർക്ക് കാണാൻ കൗതുകകരമാണെങ്കിലും ഇവിടെ ഉള്ളവർ പറയുന്നത് ഈ നശിച്ച ആമ്പൽ കാരണം ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല, കള പോകുന്നില്ല എന്നൊക്കെയാണ് ഇവിടുത്തുകാരുടെ പരാതി. നമുക്കിതൊക്കെ ഭയങ്കര അത്ഭുതവും കൗതുകവും ഒക്കെ ആകുമ്പോൾ ഇവിടെ ഉള്ളവർക്കിത് വളരെ ദുരിതമാണ്. അതങ്ങനെയാണല്ലോ, ഒരു പോസിറ്റീവിനൊരു നെഗറ്റീവ് ഉണ്ടല്ലോ. പുഞ്ചപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഒരു സൈഡ് വെള്ളപ്പാടവും ഒരു സൈഡ് ആമ്പൽപ്പാടവും, നടുക്കൂടെ ഈ പാവം ഞാനും. കാല് തെറ്റിയാൽ തോട്ടിൽ, ഇല്ലെങ്കിൽ ചെളിയിൽ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്നത് കേട്ടോ പോളയാണ്. ഇതാണ് നമ്മുടെ ആമ്പൽപ്പാടം. ഞാൻ ഇങ്ങോട്ടൊരു ആവേശത്തിന് വന്നതാണ്, പക്ഷെ തിരിച്ചു പോകാൻ അത്ര വലിയ ആവേശമൊന്നുമില്ല. വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കാലേ മൊത്തം ചെളിയായിട്ടുണ്ട്. ചെളിയും വെള്ളവും എല്ലാം കൂടെ കാലയിൽ ഇങ്ങനെ കുഴകുഴാന്നിരുന്ന് കുഴയുന്നു. കുറച്ച് നല്ല വെള്ളം എവിടെയെങ്കിലും കണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാല് കഴുകാമായിരുന്നു എന്ന ആശയമൊക്കെ ഉണ്ട് മനസ്സിൽ. അങ്ങനെ ഞാനേ ക്യാമറയിലോട്ട് നോക്കുന്നില്ല. ക്യാമറയിൽ നോക്കിയാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, മുന്നിൽ ചിലപ്പോൾ കുഴിയായിരിക്കുവേ. ഇപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇത് കണ്ടോ, അമ്പൽപ്പാടം കണ്ടോ. അത്രയൊക്കെ കണ്ടാൽ മതി. കുറച്ച് നേരം എന്നെ കണ്ടോ. നമ്മൾ നടന്ന് കുറേ ദൂരം ഇങ്ങെത്തിയപ്പം ഒരു നല്ല അത്യാവശ്യം കാണാൻ രസമുള്ളൊരു സ്ഥലമെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി ഈ വരമ്പത്തൂടെ വീണ്ടും പോകണം. ഈ വരമ്പത്തൂടെ പോകുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്നോടി നടന്നൊരു പെണ്ണെ. ജോസഫിലെ പാട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇനി ഇവിടുത്തുകാരുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ജീവിതങ്ങളല്ല, ഇവിടുത്തുകാരുടെ കഷ്ടപ്പാടുകളൊക്കെ. ഇവിടുത്തെ 2-3 വീടുകളൊക്കെ അങ്ങോട്ട് പോകുന്നിടത്തുണ്ട്. അപ്പോൾ അതവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക ആകെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടേരെ. ഈ വീട് ഇവിടുന്ന് അങ്ങോട്ട് കുറേ വീടുകളുണ്ട്, പക്ഷേ എല്ലായിടത്തും എടുക്കാൻ പറ്റില്ല. അവിടെ ആ വീട്ടിൻ്റെ ഉമ്മറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കാര്യം കൂടെ നോക്കണമല്ലോ. ഇതാ ഈ വീട്, ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ? ഈ വെള്ളത്തിനകത്ത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിനകത്തൂടെയൊക്കെ എങ്ങനെ പോകുമെന്നുള്ളത്. അതെ, കോഴിയൊക്കെ കൂട്ടിൽ തന്നെയാണ്. വീടിനകത്തെല്ലാം വെള്ളമാണ്. വീടിനകത്തോട്ട് കയറിയിട്ടില്ല, പക്ഷെ വെള്ളമാണ്. അപ്പോൾ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ആ വീടിൻ്റെ പുറകിൽ അപ്പുറത്തോട്ടും അങ്ങോട്ടും ഒക്കെ വീടുകളുണ്ട് കേട്ടോ. അതൊക്കെ കറക്റ്റ് വെള്ളത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. മുന്നിലെല്ലാം ചതുപ്പാണ്. അതിനകത്തൊക്കെ താമസം, ഡോറൊക്കെ തുറന്ന് കിടക്കുക, പട്ടിയൊക്കെ കിടപ്പുണ്ട്. താമസമുള്ള വീടുകളാണ് കേട്ടോ. മൊത്തം വെള്ളത്തിലാണ്. എന്ത് ചെയ്യാം? വെള്ളമെടുത്ത് പോവാന്നോ? വെള്ളമെടുത്ത് പോവാന്നോ? അങ്ങോട്ട് പോവാ? എവിടാ വീടേതാ? ആ കാണുന്നേ നടുക്കത്തെ വീടല്ലേ? വഴിയെല്ലാം വെള്ളം കയറി കിടക്കുക. ഏതാ? ആ, ആരുണ്ട് വീട്ടിൽ? വേറെ ആരുണ്ട്? ആഹാ, ആ നടക്കട്ടെ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അപ്പുറം അവിടെ അമ്പലത്തിൻ്റെ അവിടെ വരെ ഒന്ന് പോയതാ. ഓ, മുട്ടറ്റം വെള്ളമല്ലേ? ആ, അവിടെ ഉണ്ട്. ഉച്ചക്കത്തേക്ക് ആയോ? ഊണെല്ലാം കാലം ആയോ? അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ. ഞാനപ്പം ഈ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ വരമ്പയിൽ കൂടി ഇങ്ങോട്ട് നടന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരുമ്പോൾ ഇവിടുത്തുകാരുടെ ജീവിതങ്ങളൊന്നും നമ്മൾ അറിയാതെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകും. പക്ഷേ അതിനൊരു ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു മുഖം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം നടന്ന് അങ്ങ് വരെ പോയത്. അപ്പം ഇവിടുത്തുകാരുടെ ജീവിത രീതികളൊക്കെ കണ്ടല്ലോ. വെള്ളത്തിന് നടുക്കാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കാറുള്ളതുപോലെ ഇവർക്ക് എല്ലാവർക്കും ഓരോ വള്ളമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടനാട്ടുകാരുടെ ജീവിത രീതികൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാഴ്ചകൾ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.